ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ കോൺസ്റ്റബിൾ എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ മനോഹരമായ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ പാൽ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ മകളെ കാണിക്കുന്നു. ഇവള് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. വൈകുന്നേരങ്ങളിൽ അച്ഛനെ സഹായിക്കാനായി വീട് തോറും പോയി ഇവളാണ് പാല് കൊടുക്കാറുള്ളത്. അപ്പൊ അതുപോലെ ഇന്നും പാല് കൊടുക്കാനായി പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാത്രിയായി. ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഫോൺ ചെയ്തിട്ട് എവിടെയാ മോളെ, പാലൊക്കെ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ പാലൊക്കെ കൊടുത്തു അച്ഛാ, വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. പെട്ടെന്ന് വണ്ടി ഓഫ് ആവുന്നുണ്ട്. വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ആ സമയം നോക്കി അവൾക്ക് പിന്നിൽ ഒരു അമാനുഷികമായ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. ഇവള് ചുറ്റും നോക്കുമ്പോൾ ആ സ്ഥലത്ത് ആരെയും കാണാനില്ല. വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഇത്തവണ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. ആടാ ഇനി പോവാം എന്ന് കരുതി നോക്കുമ്പോൾ കുരങ്ങന്റെ മാസ്ക് വെച്ച ഏതോ ഒരു അപരിചിതൻ ഇവളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇരുമ്പ് ദണ്ട് കൊണ്ട് ഇവളെ അടിച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ആരാണ് ഈ അപരിചിതൻ? എന്തിനാണ് ഇവളെ തട്ടിക്കൊണ്ടുപോയത്? ഇവളുടെ അവസ്ഥ എന്തായി എന്ന വിവരങ്ങളൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയുടെ വീടാണ് കാണിക്കുന്നത്. ഹീറോയ്ക്ക് അച്ഛനും അമ്മയോ ആരുമില്ല. ഹീറോ ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് മാത്രമല്ല, ഹീറോയുടെ ചേച്ചിക്ക് കോളേജിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള ഒരു മകളും ഉണ്ട്. അവളുടെ പേര് കീർത്തി. കീർത്തി രാവിലെ എഴുന്നേറ്റ ഉടനെ പുറത്തു വന്ന് നോക്കുമ്പോൾ റോസാപ്പൂവ് പൂത്ത് നിൽക്കാണ്. ആ പൂ പറിച്ച് തലയിൽ വെക്കാമെന്ന് കരുതുമ്പോൾ തലയിൽ സ്ലേഡ് ഇല്ല. സ്ലേഡ് എടുക്കാനായി വീടിനുള്ളിലേക്ക് പോവാണ്. വീടിനുള്ളിൽ നിന്ന് ചേച്ചിയുടെ ഭർത്താവ് പുറത്തേക്ക് വരുന്നുണ്ട്. ഹീറോയുടെ അളിയൻ ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത ഒരാളാണ്. അതുമാത്രമല്ല, വലിയ മദ്യപാനിയുമാണ്. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ വഴി വന്ന നാടോടികൾ നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിക്കുന്നു. ഹീറോയുടെ ചേച്ചി വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. എന്നാൽ അളിയൻ ആ വെള്ളം വാങ്ങി അതിൽ മദ്യം ഒഴിച്ച് രാവിലെ തന്നെ അടിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഇയാൾക്ക് മദ്യമാണ്. ചേച്ചി ദേഷ്യപ്പെട്ട് രാവിലെ തന്നെ വഴക്ക് പറയുന്നുണ്ട്. ഇയാളെ ടച്ചിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റും തിരയാണ്. കീർത്തി റോസാപ്പൂ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കോളേജിൽ പോകുമ്പോൾ തലയിൽ വെക്കാൻ, അതെടുത്ത് ഇയാൾ തിന്നാൻ തുടങ്ങുന്നു. പുറത്തു വന്ന കീർത്തി ബഹളം വെക്കാൻ തുടങ്ങാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ ഡ്യൂട്ടിക്ക് റെഡിയായി പുറത്തേക്ക് വരികയാണ്. ചേച്ചി ഹീറോയെയും വഴക്ക് പറയാണ്. നീ പുറത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ പണം കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഇയാൾ കുടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എപ്പോൾ നീ സ്ഥലം മാറ്റം കിട്ടി ഇവിടെ വന്നോ അന്നു മുതൽ ഇയാൾ ഇടയ്ക്കിടെ കുടിക്കാൻ തുടങ്ങി. അതിനുള്ള കാരണം ഇയാൾ ചോദിക്കുമ്പോഴെല്ലാം നീ പണം കൊടുക്കുന്നു എന്നതാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചേച്ചി വഴക്ക് പറയാണ്. ഹീറോ ചേച്ചിയെ സമാധാനിപ്പിച്ചിട്ട് ഡ്യൂട്ടിക്ക് സമയമായി എന്ന് പറഞ്ഞ് ഇറങ്ങാണ്. ഞാനും വരുന്നുണ്ട്, എന്നെയും ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് കീർത്തിയും വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ അളിയൻ നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ താടാ എന്ന് പറഞ്ഞ് പാവത്തെ പോലെ ചോദിക്കുകയാണ്. എന്താ അളിയാ, ഇപ്പോഴല്ലേ ഇത്രയും കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ലഞ്ചിന് വേണ്ടേ എന്ന് ചോദിച്ച് സെന്റിമെന്റലായി സംസാരിച്ച് നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ പണം വാങ്ങുന്നു. കട്ട് ചെയ്താൽ ഈ നാട്ടിലുള്ള ഒരു കോളേജാണ് കാണിക്കുന്നത്. ആ കോളേജിൽ അഭി എന്നൊരു പയ്യൻ അതേ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് നിർബന്ധിച്ച് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഈ അഭിയുടെ ഫ്രണ്ട് വരെയാണ്. അഭി ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താണ്. ആരുടെയെങ്കിലും അടുത്ത് ഈ വിഷയം പറഞ്ഞാൽ പിന്നെ നടക്കുന്നത് വേറെ ആയിരിക്കും, ഞാൻ ആരാണെന്ന് അറിയാലോ എന്ന് പറയാണ്. ആ പെൺകുട്ടി ഭയന്നുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്തിനാണ് വന്ന് ഡിസ്റ്റർബ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അഭിയുടെ ഫ്രണ്ട് പറയുന്നത്, നിന്നെപ്പറ്റി ആരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല, എന്നാൽ ഒരുത്തൻ മാത്രം നിന്നെപ്പറ്റി പ്രിൻസിപ്പളിന്റെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടതും വാടാ അവനെ ഒന്ന് വക വരുത്താമെന്ന് പറഞ്ഞ് ഉടനെ അഭിയും ഫ്രണ്ട്സും അവനിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ആ പയ്യനെ അവർ ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ കോളേജിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അത് നീ ചോദ്യം ചെയ്യാൻ പാടില്ല, കാരണം ഞാൻ MLAയുടെ മകനാണ്. ഇനി എന്നെ പറ്റി എന്തെങ്കിലും പരാതി പറയണമെന്ന് തോന്നിയാൽ നിന്നെ കൊന്നുകളയും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ അഭി രാഷ്ട്രീയക്കാരന്റെ മകനാണ് എന്ന സ്വാധീനം വെച്ചുകൊണ്ട് കോളേജിനുള്ളിൽ തന്റെ ഇഷ്ടത്തിന് എല്ലാ തോന്നിയാസങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചോദ്യം ചെയ്താൽ അവരെ പിടിച്ച് തല്ലുക, അച്ഛന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്നിങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. ഇതേ കോളേജിലാണ് ഹീറോയുടെ ചേച്ചിയുടെ മകളായ കീർത്തിയും പഠിക്കുന്നത്. കീർത്തിയും കീർത്തിയുടെ ഫ്രണ്ട് ദിവ്യയും കോളേജിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. അപ്പോൾ അഭിയും അഭിയുടെ ഫ്രണ്ടും വന്നിട്ട് നോർമലായി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ആക്ച്വലി ഇവരെല്ലാവരും ഒരേ ക്ലാസ്സിലാണ്. ഈ അഭി ദിവ്യയെ വിളിച്ചിട്ട് നിനക്കറിയാലോ കീർത്തി എനിക്ക് എത്ര ഇഷ്ടമാണെന്ന്, നീയെങ്കിലും അവളോടൊന്ന് എടുത്തു പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ദിവ്യ പറയുന്നുണ്ട്, അവൾക്ക് ഈ പ്രേമമൊന്നും ഇഷ്ടമല്ലടാ, ഈ കാര്യം ഞാൻ പോയി അവളോട് പറഞ്ഞാൽ പിന്നെ അവൾ എന്നോടും മിണ്ടാതെയാകും, പറ്റുന്നത്ര ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് പോവാണ്. ഈ അഭി കുറെ നാളായി നമ്മുടെ ഹീറോയുടെ ചേച്ചിയുടെ മകളുടെ പിന്നാലെ നടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ ഹീറോ ചായ കുടിക്കാനായി വരികയാണ്. അപ്പോൾ അടുത്തൊരു സീനിയർ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ ഹീറോ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഈ സ്റ്റേഷനിൽ ഹീറോയ്ക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാൾ ഇദ്ദേഹമാണ്. ഇവർ രണ്ടുപേരും ചായക്കടയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് വലിയ ബഹളം. എന്താണെന്ന് നോക്കാനായി ഇവർ രണ്ടുപേരും പോവാണ്. നോക്കുമ്പോൾ ഒരു ചേച്ചി അവരുടെ മാല കാണാനില്ല, ആരും മോഷ്ടിച്ചെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കരയാണ്. ചുറ്റും ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിനുള്ളിൽ തന്നെയാണ് കള്ളനുള്ളത്. പക്ഷെ ആരെടുത്തൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആ ചേച്ചി കരയാണ്. എല്ലാവരും സംസാരിച്ച് നിൽക്കുകയാണ്.
സൈലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുഖം ഹീറോ നോക്കാൻ തുടങ്ങുന്നു. നോക്കിയിട്ട് സോ കള്ളൻ ഈ കൂട്ടത്തിലില്ല എന്ന് പറയാണ്. ഒരേ ഒരുത്തൻ മാത്രം ഒരു നെടുവീർപ്പിടുന്നു. ആ വ്യക്തിയെ ഹീറോ പൊക്കുകയാണ്. ഇവനാണ് കള്ളൻ. മര്യാദയ്ക്ക് സമ്മതിക്കുന്നോ അതോ പോലീസ് മുറ പ്രയോഗിക്കണോ എന്ന് ചോദിക്കുകയാണ്. അവൻ ഞാനാണ് സർ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞ് ആ മാല എടുത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കൂടെയുള്ള അങ്കിൾ എങ്ങനെയാ നീ കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഈ കൂട്ടത്തിൽ തന്നെ കള്ളനുണ്ട്. അവനും സാധാരണ ഒരാളെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനും എത്ര നേരം സാധാരണക്കാരനെ പോലെ അഭിനയിക്കും? പോലീസിനെ കണ്ടാൽ കുറച്ചെങ്കിലും പേടി ഉണ്ടാവുമല്ലോ. ആ പേടിയോടെയാണ് അവൻ നിന്നത്. ഇവിടെ കള്ളൻ ആരും ഇല്ല എന്ന് പറഞ്ഞ ഉടനെ ഇവൻ പെട്ടെന്ന് റിലാക്സ്ഡ് ആയി. ബാക്കിയുള്ളവർ നോർമൽ ആയിട്ടാണ് റിലാക്സ് ആയത്. അത് വെച്ചിട്ടാണ് ഇവനാണ് മോഷ്ടിച്ചത് എന്ന് ഞാൻ സംശയിച്ചത്. അവസാനം അവൻ തന്നെ സമ്മതിച്ചു. ഇപ്പോൾ ഹീറോ സ്റ്റേഷനിലേക്ക് പോവാണ്. സ്റ്റേഷനിൽ ഒരു പോലീസ് ഓഫീസർ ഡള്ളായിരിക്കുകയാണ്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മകൾക്ക് ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്, പക്ഷെ കല്യാണം നടത്തി കൊടുക്കാൻ കയ്യിൽ മതിയായ ബജറ്റ് ഇല്ല. അത് കേട്ട് ഹീറോ പറയാണ്, എന്തിനാണ് ബജറ്റിനെ പറ്റിയൊക്കെ ആലോചിച്ച് കഷ്ടപ്പെടുന്നത്? നല്ല ആലോചന എന്തിനാണ് മിസ് ചെയ്യുന്നത്? ആദ്യം കല്യാണത്തിനുള്ള കാര്യം നോക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ മാത്രമല്ല, നിങ്ങളുടെ കഷ്ടകാലത്തിലും ഞങ്ങൾ പങ്കുചേരും. ഒന്നിനെ കുറിച്ചും വിഷമിക്കാതെ കല്യാണം നടത്താനുള്ള കാര്യം നോക്ക്. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ തന്നെ ഒരു ലേഡി കോൺസ്റ്റബിൾ ജോലി ചെയ്യുന്നുണ്ട്. ആ ലേഡി കോൺസ്റ്റബിളിന് നമ്മുടെ ഹീറോയെ വലിയ ഇഷ്ടമാണ്. അവർ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹീറോയെ പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഹീറോയ്ക്ക് അറിയാം. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ വരികയാണ്. ജോലി കാര്യത്തിനായി ആ ലേഡി കോൺസ്റ്റബിളിനെ ഉള്ളിലേക്ക് വിളിക്കുന്നു. ഇയാൾ അവരെ ഒരുമാതിരി നോട്ടമാണ് നോക്കുന്നത്. ഇയാൾ തെറ്റായി നോക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. സാർ എന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ ഫയൽ എടുത്തോ ആ മോളെ എന്ന് പറയാണ്. ഫയൽ എടുക്കാനായി ലേഡി കോൺസ്റ്റബിൾ പോകുന്നുണ്ട്. അപ്പോഴും ഇയാൾ തെറ്റായ നോട്ടം തന്നെ നോക്കുകയാണ്. കൂടെ ജോലി ചെയ്യുന്നവരെ മാത്രമല്ല, എല്ലാവരെയും ഈ ഇൻസ്പെക്ടർ മോശം കണ്ണോടെയാണ് നോക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അബി എന്നൊരു പയ്യനെ നമ്മൾ കണ്ടില്ലേ, ആ പയ്യന്റെ അച്ഛനായ രാഷ്ട്രീയക്കാരനെ കാണിക്കുകയാണ്. ഈ രാഷ്ട്രീയക്കാരൻ ഇൻസ്പെക്ടറോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടറും കാണാനായി പോവുകയാണ്. ഈ രാഷ്ട്രീയക്കാരൻ പണം എടുത്തു കൊടുത്തിട്ട്, ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ മകന്റെ ബർത്ത്ഡേ വരെയാണ്. ആ ബർത്ത്ഡേ ഭയങ്കര ഗംഭീരമായി ആഘോഷിക്കാൻ പോവാണ്. വലിയ വലിയ ആളുകളെയൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. സോ ആ പാർട്ടിയുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ നീ നോക്കണം എന്ന് പറയാണ്. അതെന്തിനാ സർ, പക്കായിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ പണം വാങ്ങുന്നു. അതായത് ആ പാർട്ടിയിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ നടന്നാലും അത് പുറത്തു വരാതെ നോക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇൻസ്പെക്ടർക്ക് ഇയാൾ കാശ് കൊടുക്കുന്നത്. കട്ട് ചെയ്താൽ സ്റ്റേഷൻ കാണിക്കുന്നു. നമ്മുടെ ഹീറോയെ ആ ലേഡി കോൺസ്റ്റബിൾ പ്രണയിക്കുന്ന കാര്യം നമ്മുടെ സീനിയർ കോൺസ്റ്റബിൾ അങ്കിളിന് മനസ്സിലാവുന്നു. അദ്ദേഹം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഹീറോയോട് നേരിട്ട് ചോദിക്കുകയാണ്, ആ പെൺകുട്ടി ഇഷ്ടമാണോടാ, പറ എന്ന്. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ പറ എന്ന് അദ്ദേഹം നിർബന്ധിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ജോലിയാണ് പ്രണയിക്കുന്നത്, അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട എന്ന് ഹീറോ പറയുമ്പോൾ സിനിമ കഥയൊന്നും വിടാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മാത്രം മറുപടി പറ. ആ പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടമാണോ ഇല്ലയോ? സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇഷ്ടമല്ലാതിരിക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഹീറോ സമ്മതിക്കുകയാണ്. ഇതെല്ലാം ജനലിന്റെ അടുത്ത് വന്ന് ഒളിഞ്ഞു കേൾക്കുന്ന ലേഡി കോൺസ്റ്റബിളും സന്തോഷിക്കുകയാണ്. ഇതിനുശേഷം അവരെ നമുക്ക് ഹീറോയുടെ ഗേൾ ഫ്രണ്ട് എന്ന് തന്നെ പറയാം. പതിവ് പോലെ ഇവരുടെ പ്രണയം ഒരു വശത്ത് നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അച്ഛനും മകളും വന്നിട്ടുണ്ട്. പരാതി കൊടുക്കണം എന്ന് പറയാണ്. എന്താ വിഷയമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൾ പാല് കൊടുക്കാനായി പോയവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല സർ എന്ന് പറയാണ്. ഉടനെ ഇൻസ്പെക്ടർ പുറത്തേക്ക് വരാണ്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ആ അച്ഛനും മകളും പറയുന്നുണ്ട്, ഞങ്ങളുടെ മൂത്ത മകൾ കോളേജിൽ പഠിക്കുന്നുണ്ട്. എപ്പോഴും കോളേജ് കഴിഞ്ഞ് വന്നിട്ട് അച്ഛനെ സഹായിക്കാൻ വീട് തോറും പോയി അവളാണ് പാല് കൊടുക്കുന്നത്. പതിവ് പോലെ പോയവൾ തിരിച്ചു വന്നില്ല. ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, ആ പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന്. അങ്ങനെ പ്രണയിക്കുന്ന പെൺകുട്ടിയൊന്നും അല്ല സർ എന്ന് അച്ഛൻ പറയാണ്. അനിയത്തിയും പറയുന്നുണ്ട്, ചേച്ചിക്ക് ആരുമായും റിലേഷൻഷിപ്പ് ഇല്ല എന്ന്. അത് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. ആ പെൺകുട്ടിയുടെ പ്രായം അങ്ങനെയല്ലേ, ഉറപ്പായും ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും. കാത്തിരുന്ന് കാണാൻ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ആ പരാതി സ്വീകരിക്കുന്നില്ല. ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛനോട് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ ആ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് വരുന്നത്. എന്നാൽ പോലീസുകാർ തന്നെ ഇങ്ങനെ അശ്രദ്ധ കാണിക്കുമ്പോൾ ഞങ്ങൾ എവിടേക്ക് പോകും? എന്നാൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും പോലീസ് സ്റ്റേഷനിലേക്ക് മാത്രം വരരുത് എന്ന് നിങ്ങൾ നന്നായി ബോധ്യപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവാണ്. ഈ ഇൻസ്പെക്ടർ കാരണം പോലീസുകാർക്ക് മൊത്തം ചീത്തപ്പേരാണെന്ന് പറഞ്ഞ് ഹീറോ വളരെ ഫീൽ ചെയ്യാണ്. രാത്രി ഹീറോ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ചേച്ചിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇന്ന് തന്റെ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു അച്ഛൻ വന്ന് പരാതി നൽകി. എന്നാൽ ഇൻസ്പെക്ടർ ആ പരാതി എടുക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ചേച്ചിയുടെ മകൾ കീർത്തി പറയാണ്, നിങ്ങൾ എന്തിനാ അതിന് ഇൻസ്പെക്ടറെ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ തന്നെ FIR ഇട്ട് അന്വേഷിച്ചാൽ പോരെ എന്ന് പറയാണ്. പക്ഷെ ഈ സ്റ്റേഷനിൽ അതിന് എനിക്ക് അധികാരമില്ലല്ലോ, അതുകൊണ്ടാണെന്ന് ഹീറോ പറയാണ്. കൂടാതെ വൈകാതെ ഞാൻ SI ആയി പ്രൊമോട്ട് ആവും. അപ്പോൾ ഒരു കേസ് പോലും മിസ് ചെയ്യാതെ FIR ഇട്ട് അന്വേഷിക്കും എന്ന് പറയാണ്. ശരി, ഇപ്പോൾ നിങ്ങൾ വിഷമിക്കാതെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിറ്റേന്ന് രാവിലെ കീർത്തി വീടിന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പുതിയ സ്കൂട്ടി നിൽക്കുകയാണ്. അത് കണ്ട് അവൾ ഒരുപാട് സന്തോഷിക്കുകയാണ്. ആരുടെയാണ് സ്കൂട്ടി? ആർക്കാണ് വാങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇനി മുതൽ നിന്റെ സ്കൂട്ടിയാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഗിഫ്റ്റായി വാങ്ങിയത്. അത് കേട്ട് അവൾ വളരെ സന്തോഷിക്കുകയാണ്. പോയി റൗണ്ട് ഓടിച്ചിട്ട് വാ എന്ന് പറയാണ്.
കീർത്തി വളരെ ജോളിയായി ആ സ്കൂട്ടർ എടുത്ത് ഓടിക്കുകയാണ്. ഇപ്പോൾ എന്തിനാണ് ആവശ്യമില്ലാതെ എന്ന് ചേച്ചി ചോദിക്കുമ്പോൾ അവളും വളർന്നില്ലേ, അവൾക്കൊരെണ്ണം ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ടാണ് വാങ്ങിയത് എന്ന് ഹീറോ പറയാണ്. ചേച്ചിയും ഇമോഷണൽ ആവുകയാണ്. ഇപ്പോൾ പുറത്തു പോയിരുന്ന കീർത്തിയുടെ അച്ഛൻ വീട്ടിലേക്ക് വരാണ്. സ്കൂട്ടി കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഈ സ്കൂട്ടി വാങ്ങിയതിന് ട്രീറ്റ് വേണം, കാശതാ എന്ന് ചോദിക്കുകയാണ്. ഹീറോ പണം കൊടുത്ത ഉടനെ ആ സ്കൂട്ടിയിൽ തന്നെ കയറിയിരുന്നിട്ട് എന്നെ പുതിയ സ്കൂട്ടിയിൽ കൊണ്ടുപോയി ആ വൈൻ ഷോപ്പിന്റെ അടുത്ത് ഇറക്കി വിട് എന്ന് പറയാണ്. കീർത്തിക്ക് ദേഷ്യം വരാണ്. ആദ്യം ഇറങ്ങ് എന്ന് അവൾ പറയാണ്. ശരി, ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞ് ഇപ്പോഴും കുടിച്ചിട്ട് തന്നെയാണ് പുള്ളി നടക്കുന്നത്. ഇപ്പോൾ ഹീറോയും ചേച്ചിയുടെ മകളും മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാനായി വന്നിരിക്കുകയാണ്. ഒരു പച്ചക്കറി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഇൻസ്പെക്ടർ വരാണ്. ഹീറോയുടെ ചേച്ചിയുടെ മകളെ ഒരുമാതിരി നോക്കിയിട്ട് ഇതാരാ എന്ന് ചോദിക്കുകയാണ്. ഹീറോ പറയുന്നുണ്ട്, ഇതെന്റെ ചേച്ചിയുടെ മകളാണ് സാർ. നല്ല കുട്ടിയാണല്ലോ എന്ന് പറയാണ്. എന്താ സാർ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, വയസ്സായ പെൺകുട്ടികളെ ഒരു പ്രത്യേക പ്രായത്തിന് ശേഷം കുറച്ച് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കൈ വിട്ടു പോകും എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. കീർത്തി ചോദിക്കുകയാണ്, ആരാ അത്, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതാണ് എൻ്റെ ഇൻസ്പെക്ടർ, ശരി നീ വാ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. കട്ട് ചെയ്താൽ MLAയുടെ വീടാണ് കാണിക്കുന്നത്. അബി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA വന്ന് പറയുന്നുണ്ട്, കുറച്ച് നാളിൽ ഇലക്ഷൻ വരാൻ പോവാണ്, ഈ പാർട്ടിയുടെ ന്യൂ ഫേസ് ആയി നീയാണ് നിൽക്കാൻ പോകുന്നത്, സോ അതിന് ചേർന്ന പോലെ പേര് സമ്പാദിച്ചു വച്ചോ. അത് മാത്രമല്ല, നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരെയും ക്ഷണിക്കണം, വലിയ വലിയ ആളുകളൊക്കെ വരും, നിന്റെ കോളേജിലുള്ള ആൺകുട്ടികൾ പെൺകുട്ടികൾ നിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ക്ഷണിക്കണം എന്ന് പറയാണ്. ശരി അച്ഛ എന്ന് പറഞ്ഞ് അബിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ കോളേജിൽ പോയിട്ട് അബി അവിടെയുള്ള കുട്ടികളോട് സംസാരിക്കുന്നു. എൻ്റെ ബർത്ത്ഡേ വരെയാണ്, വൈകുന്നേരം ഞാൻ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സോ ആ പാർട്ടിയിൽ എല്ലാവരും പങ്കെടുക്കണം, മക്കളെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടിയിലുണ്ട് എന്ന് പറയാണ്. ആൺകുട്ടികൾ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ വരാം എന്ന് പറയുന്നു. ഇപ്പോൾ ഈ അബി കീർത്തിയുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, കീർത്തി എങ്ങനെയെങ്കിലും പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറയാണ്. അവൾ വരില്ല എന്ന് തന്നെയല്ലടാ പറയൂ എന്ന് ഫ്രണ്ട് പറയുമ്പോൾ, പ്ലീസ് എനിക്ക് വേണ്ടി ശ്രമിക്ക് എന്ന് പറയാണ്. കീർത്തിയുടെ ഫ്രണ്ടും അത് സമ്മതിക്കുന്നു. ഇപ്പോൾ അബിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ സുരക്ഷയ്ക്കായി നമ്മുടെ ഹീറോ വന്നിട്ടുണ്ട്. ഹീറോ ആ സീനിയർ കോൺസ്റ്റബിൾ അങ്കിളിനോട് പറയുന്നുണ്ട്, എന്തിനാണ് നമ്മൾ ഈ പോലീസ് ജോലിക്കൊക്കെ ജോയിൻ ചെയ്തത്, ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ഹീറോ സങ്കടപ്പെടുകയാണ്. ആ സമയം നോക്കി കീർത്തിയും കീർത്തിയുടെ ഫ്രണ്ടും വരാണ്. നിങ്ങൾ എന്താ മാമ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, MLAയുടെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലേ, അതുകൊണ്ടാണ് സുരക്ഷയ്ക്ക് വന്നത് എന്ന് ഹീറോ പറയാണ്. ആ മകനും എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, അതുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ വന്നത് എന്ന് കീർത്തി പറയാണ്. കേക്കൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ നീ വേഗം സ്ഥലം വിട്ടോണം കേട്ടോ എന്ന് ഹീറോ പറയുമ്പോൾ കോൺസ്റ്റബിൾ അങ്കിൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് ആ കുട്ടികളെ ശല്യപ്പെടുത്തുന്നത്, നിങ്ങൾ പൊക്കോ മക്കളെ, പോയി എൻജോയ് ചെയ്യേ എന്ന് പറഞ്ഞ് അയക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ പ്രധാന രാഷ്ട്രീയ നേതാക്കളൊക്കെ വരുന്നുണ്ട്. അവരെ പൊന്നാടയൊക്കെ അണിയിച്ച് സ്വീകരിക്കുകയാണ്. അവരുടെ സാന്നിധ്യത്തിൽ കേക്ക് കട്ട് ചെയ്യുന്നു. രാഷ്ട്രീയക്കാർ ഇങ്ങനെ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇല്ലാത്തതാണോ, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ആട്ടം പാട്ട് ആഘോഷം മദ്യം എല്ലാം നടക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഈ അഭി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കോളേജ് പിള്ളേർക്ക് വേണ്ടി റൂമൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് കീർത്തിക്ക് മാത്രം പ്രത്യേകമായ റൂം അറേഞ്ച് ചെയ്ത് ആ സ്ഥലത്തേക്ക് അഭി പോവാണ്. പോയത് മാത്രമല്ല, കീർത്തിയുടെ അതിക്രമത്തിന് ശ്രമിക്കുകയാണ്. ഇതിൽ ദേഷ്യം വന്ന കീർത്തി അവനൊരൊറ്റ അടി കൊടുത്തിട്ട് ആ സ്ഥലം വിട്ട് പോവാണ്. കീർത്തിയും ഫ്രണ്ടും പാർട്ടിയിൽ നിന്ന് പാതി വഴി തന്നെ ഇറങ്ങി പോവാണ്. രണ്ടുപേരും സ്കൂട്ടിയിലാണ് പോകുന്നത്. കീർത്തി നടന്ന കാര്യങ്ങളെല്ലാം ഫ്രണ്ടിനോട് പറയുന്നു. മറുവശത്ത് അബിയും ഫ്രണ്ടും ഭയങ്കര ഈഗോയോടെ ഇരിക്കുകയാണ്. ഇതുവരെ ഇവൻ എത്രയോ പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്, ആരും എതിർത്ത് ചോദ്യം ചെയ്തിട്ട് പോലുമില്ല. എന്തൊക്കെയാണെങ്കിലും അവൾ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാണെങ്കിലും എന്നെ അടിച്ച് അപമാനിച്ചു, ഇവളെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങാണ്. കീർത്തി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങാണ്. ഇപ്പോൾ കീർത്തിയും ഫ്രണ്ടും പാർട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. കീർത്തി ഫ്രണ്ടിന്റെ സ്കൂട്ടിയിലാണ് വന്നത്. കീർത്തിയുടെ ഏരിയ എത്തിയപ്പോൾ, ഇനി ഞാൻ നടന്നോളാം, നടക്കാനുള്ള ദൂരേ ഉള്ളൂ, നീ പൊക്കോ എന്ന് പറഞ്ഞ് കീർത്തി അവിടെ ഇറങ്ങി നടന്നു പോവാണ്. ആ വഴിയിൽ തനിയെ നടന്നു പോകുമ്പോൾ ചുറ്റും എന്തോ അമാനുഷികമായ കാര്യങ്ങൾ നടക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. ചുറ്റും നോക്കിയാൽ ആരെയും കാണാനില്ല. പെട്ടെന്ന് മാസ്ക് വെച്ച ഏതോ ഒരു അപരിചിതൻ കീർത്തിയെ ആക്രമിച്ച് ആ സ്ഥലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. പിറ്റേന്ന് രാവിലെ അതിർത്തിയിലുള്ള പാടത്തിനടുത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മാസ്ക് വെച്ച നിലയിൽ കിടക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നു. മറ്റൊരു വശത്ത് ഹീറോയുടെ അടുത്ത് ചേച്ചി പറയുന്നുണ്ട്, ഇന്നലെ പാർട്ടിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയവൾ തിരിച്ചു വന്നില്ല എന്ന്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ചേച്ചി, ഇന്നലെ രാത്രി അവൾ ഫ്രണ്ടിന്റെ കൂടെയാണ് പാർട്ടിക്ക് വന്നത്, ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും, ഞാൻ വിളിച്ചു ചോദിക്കാം എന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഇന്നലെ ഞാനും കീർത്തിയും ഒന്നിച്ചാണ് പാർട്ടിക്ക് പോയത്, പാതി വഴിയിൽ തന്നെ തിരിച്ചു വന്നു, അവളുടെ വീടിന്റെ ഏരിയയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു, അവൾ ഇതൊരു വീട്ടിലെത്തിയില്ലേ എന്ന് ചോദിച്ച് അവളും ഞെട്ടുകയാണ്. ഇപ്പോൾ അതിർത്തിയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലത്തേക്ക് പൊതുജനങ്ങളും മീഡിയയും പോലീസുകാരും പോവാണ്. അവിടെ വന്ന ഇൻസ്പെക്ടർ ആ കുട്ടിയുടെ മുഖത്തുള്ള മാസ്ക് മാറ്റി നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ ചേച്ചിയുടെ മകൾ കീർത്തിയാണ്. നമുക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ, ഒന്നുകിൽ അഭി ഈ സംഭവം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ. അദ്ദേഹം എല്ലാ പെൺകുട്ടികളെയും മോശം കണ്ണോടെയാണല്ലോ നോക്കുന്നത്. അതും പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ കീർത്തിയെയും മോശമായി നോക്കിയിരുന്നു. പോരാത്തതിന് വയസ്സായ പെൺകുട്ടികളെ വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല എന്ന് വാർണിംഗ് തന്നിട്ടാണ് പോയത്. ഒരു പക്ഷെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് സംശയമുണ്ട്.
ആ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ വരാണ്. വളരെ ഇമോഷണലായി കരയാണ്. എല്ലാവരും തകർന്നു പോകുന്നു. പോലീസിന്റെ നിയമപ്രകാരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അതിനുശേഷം കുട്ടിയുടെ സംസ്കാരം നടക്കുകയാണ്. ആരാണിത് ചെയ്തതെന്നറിയാതെ കുടുംബം മുഴുവൻ തകർന്നിരിക്കുകയാണ്. കീർത്തിയുടെ അച്ഛൻ ഹീറോയോട് പറയുന്നുണ്ട്, എൻ്റെ മകളെ ആരാണ് ഇങ്ങനെ കൊന്നതെന്ന് അറിയില്ല, പക്ഷെ അവൻ ആരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് എൻ്റെ മകളെ എങ്ങനെ കൊന്നുവോ അതേപോലെ അവനെയും കൊല്ലണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഭയങ്കരമായി കരയാണ്. പിറ്റേന്ന് രാവിലെ ഹീറോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനായി പോവാണ്. ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് ഞെട്ടിക്കുന്ന ഒരു വിവരം പറയുന്നു. കീർത്തിയെ കൊല്ലുന്നതിന് മുമ്പ് ഭയങ്കരമായി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് മുഖത്തെ ടാർഗറ്റ് ചെയ്താണ് പീഡിപ്പിച്ചിരിക്കുന്നത് എന്നറിയാൻ കഴിയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പുറത്തു വന്ന് നിന്ന് കരയാണ്. കൂടെ കോൺസ്റ്റബിൾ അങ്കിൾ ആശ്വാസമായി നിൽക്കുകയാണ്. അപ്പോൾ ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്. കീർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോളേജിൽ പോയി കീർത്തിയുടെ ഫ്രണ്ടിനെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, റീസെൻ്റായി ഈ അഭിയുമായിട്ടാണ് വഴക്കുണ്ടായത്. അവൻ കുറേ നാളായി കീർത്തിയെ വൺ സൈഡായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടിയിൽ വെച്ച് കീർത്തിയോട് അതിക്രമം കാണിക്കാൻ ശ്രമിച്ചു. കീർത്തി അടിച്ചു. ഈ കാര്യം എന്നോട് വന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ കീർത്തിയുടെ വിഷയത്തിൽ പ്രധാന സംശയം അഭിയാണെന്ന് പറഞ്ഞ് അഭിയെ ചോദ്യം ചെയ്യാൻ നേരെ MLAയുടെ വീട്ടിലേക്ക് പോവാണ്. MLA പുറത്തിരിക്കുകയാണ്. അദ്ദേഹത്തോട് കോൺസ്റ്റബിൾ അങ്കിൾ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം കീർത്തി എന്നൊരു പെൺകുട്ടി മരിച്ചില്ലേ, ആ കുട്ടിയുടെ മാമനാണിത്. ആണോ, നിന്റെ ചേച്ചിയുടെ മകളാണോ അത് എന്ന് MLA ചോദിക്കുകയാണ്. അതെ സാർ എന്ന് പറയാണ്. നിന്റെ ഇൻസ്പെക്ടർ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, അദ്ദേഹത്തോട് ഞാൻ പറയാം, വേഗത്തിൽ തന്നെ ഇതിന് പിന്നിലുള്ള ആളെ കണ്ടുപിടിക്കാം എന്ന് MLA പറയാണ്. നിങ്ങളുടെ മകൻ അഭിയെ കാണണം എന്ന് ഹീറോ പറയുന്നു. എൻ്റെ മകൻ അഭിയെയോ, എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഇവർ ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. ഈ കേസിന്റെ പ്രൈം സസ്പെക്ട് അഭിയാണ്. അഭിയെ ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് പറയാണ്. MLAക്ക് ദേഷ്യം വരുന്നുണ്ട്. ഏതോ പാവം എന്ന് കരുതി സഹതാപത്തിൽ നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് കരുതിയാൽ അവസാനം എൻ്റെ വീട്ടിലെ പയ്യനെ തന്നെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് MLA തട്ടിക്കയറുന്നു. ഹീറോയും ധൈര്യമായി നിൽക്കുകയാണ്. സാർ, നിങ്ങളുടെ മകൻ ഒരു പ്രൈം സസ്പെക്റ്റ് ആണ്, അതും ഒരു കൊലപാതക കേസിൽ. അതുകൊണ്ട് അവനെ എനിക്ക് ചോദ്യം ചെയ്തേ പറ്റൂ. പുറത്തേക്ക് അയക്കേ എന്ന് പറയുമ്പോൾ അവനെ ഒന്നും അയക്കാൻ പറ്റില്ല, നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവരും വരികയാണ്. അവിടെ വലിയ പ്രശ്നമാകാൻ പോവാണ്. അതുകൊണ്ട് കോൺസ്റ്റബിൾ അങ്കിൾ ഇടപെട്ടിട്ട് ശാന്തനാവെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഹീറോയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് MLAയോട് സോറിയും പറയുന്നു. പുറത്തു വന്ന ഹീറോ കോൺസ്റ്റബിൾ അങ്കിളിനോട് വഴക്കിടുകയാണ്. എന്താ അങ്കിൾ നിങ്ങളിങ്ങനെ, അവൻ മകന് സുരക്ഷ കൊടുക്കുകയാണ്, നിങ്ങളും എന്നെ സമാധാനിപ്പിക്കുകയാണോ എന്ന് പറയാണ്. കട്ട് ചെയ്താൽ ഒരു JCB ഡ്രൈവർ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ JCBയുടെ ബക്കറ്റിൽ എന്തോ ഒന്ന് കുടുങ്ങിയ പോലെ തോന്നുകയാണ്. നോക്കിയാൽ അതൊരു മനുഷ്യ ശരീരമാണ്. ഉടനെ പോലീസിനെ വിളിച്ച് വിവരം പറയുന്നു. പോലീസ് വന്ന് ആ മൃതദേഹം ആരുടെയാണെന്ന് വന്ന് പരിശോധിക്കുമ്പോൾ വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ഹീറോ തേടിക്കൊണ്ടിരുന്ന MLAയുടെ മകൻ അഭിയെയാണ് കൊന്ന് കുപ്പയിൽ തള്ളിയിരിക്കുന്നത്. ഉടനെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാണ്. ഈ വിവരം കോൺസ്റ്റബിൾ അങ്കിൾ ഹീറോയെ വിളിച്ച് പറയുന്നു. MLA ക്രൈം സീനിൽ വന്ന് നോക്കി ഹീറോയെ പിടിച്ച് ചീത്ത വിളിക്കാണ്. പറഞ്ഞ പോലെ ചെയ്തു അല്ലേടാ, എൻ്റെ മകനെ കൊന്നു അല്ലേടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. ഇൻസ്പെക്ടർക്ക് ഹീറോ പോയി വീട്ടിൽ ഭീഷണിപ്പെടുത്തിയതൊന്നും അറിയില്ല. നിങ്ങളുടെ മകൻ മരിച്ചതിന് അവൻ എന്ത് ചെയ്യും സാർ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഹീറോ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയ കാര്യം ഇൻസ്പെക്ടർ അറിയുന്നത്. MLA പറഞ്ഞു വിട്ടിട്ട് സ്റ്റേഷനിൽ വെച്ച് ഹീറോയെ ഇൻസ്പെക്ടർ ഭയങ്കരമായി വഴക്ക് പറയാണ്. നിനക്ക് ആരുടെ അധികാരം തന്നത് MLAയുടെ വീട്ടിൽ പോയി ചോദ്യം ചെയ്യാൻ എന്ന് ചോദിക്കുകയാണ്. ചേച്ചിയുടെ മകളുടെ കേസിൽ സംശയിക്കുന്ന ആൾ അവനാണ് സാർ, അതാണ് പോയത് എന്ന് പറയുമ്പോൾ ആരോട് ചോദിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് വഴക്ക് പറയാണ്. ഇപ്പോൾ ഹീറോയും കോൺസ്റ്റബിൾ അങ്കിളും അടുത്തുള്ള ചായക്കടയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്കിള് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ എനിക്കും നിന്റെ മേൽ സംശയമുണ്ട്. നിന്റെ ചേച്ചിയുടെ മകളെ കൊന്നതുകൊണ്ട് ഇവിടെ നീ കൊന്നു കാണും. നീയാണോ കൊന്നത്, സത്യം പറ എന്ന് ചോദിക്കുകയാണ്. ഹീറോ പറയുന്നു, എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൊന്നിട്ടില്ല. ഈ സംഭവം എങ്ങനെ നടന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആലോചിക്കുകയാണ്. മറ്റൊരു വശത്ത് മരിച്ചത് MLAയുടെ മകനായതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ അന്വേഷണം ഊർജിതമാക്കുകയാണ്. അബിയുടെ കൂടെ നടക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ വീട് കണ്ടുപിടിച്ച് അവിടെ പോയി അന്വേഷിക്കുമ്പോൾ പാർട്ടിക്ക് ശേഷം അവനെയും കാണാനില്ല എന്നറിയുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടറുടെ മേലുദ്യോഗസ്ഥൻ പ്രഷർ കൊടുക്കാൻ തുടങ്ങുകയാണ്. കാരണം മരിച്ചത് MLAയുടെ മകനായതുകൊണ്ട് ഗവൺമെന്റ് പോലീസിന് വലിയ സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോ ആ പയ്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കാൻ വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കണ്ട ഹീറോ ഞെട്ടുകയാണ്. കാരണം കീർത്തിയെ എങ്ങനെ ടോർച്ചർ ചെയ്ത് കൊന്നുവോ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ അഭിയെയും കൊന്നിരിക്കുന്നത്. സോ കീർത്തിയെ കൊന്നത് ഈ അഭിയല്ല, കീർത്തി, അഭി ഇവർ രണ്ടുപേരെയും ചേർത്ത് വേറൊരാളാണ് കൊന്നിരിക്കുന്നത്. അതാരായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ കോൺസ്റ്റബിൾ അങ്കിൾ പറയുന്നുണ്ട്, ഈ അഭിയുടെ കൂടെ ഒരു പയ്യൻ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ, ആ പിള്ളേരൊക്കെ ഒരു ഗ്യാങ് ആയി ഒരു സ്ഥലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട്, നമുക്ക് ആ സ്ഥലത്ത് പോയി നോക്കിയാലോ എന്ന് പറയാണ്. ഉടനെ ഹീറോയും അങ്കിളും ആ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ പോയി നോക്കുമ്പോൾ കുറെ പിള്ളേർ ലഹരിക്ക് അടിമയായി ഇരിക്കുകയാണ്. പോലീസിനെ കണ്ടതും അവർ ഓടി ഒളിക്കുകയാണ്. നോക്കിയാൽ അഭിയുടെ ഫ്രണ്ടും ആ കൂട്ടത്തിലുണ്ട്. അവരെ പിടിക്കാമെന്ന് കരുതി നോക്കുമ്പോൾ ആ പിള്ളേർ കല്ലെടുത്ത് ഭയങ്കരമായി ആക്രമിക്കാൻ തുടങ്ങുന്നു. പോലീസിനെ കണ്ട് പേടിച്ച് ഓടുകയാണ് അവര്. കല്ലേറ് കൊണ്ട് ഹീറോയുടെ തല പൊട്ടി ചോര വരുന്നുണ്ട്. ഹീറോ കുഴഞ്ഞ് താഴെ വീഴുകയാണ്. ഹീറോയെ കോൺസ്റ്റബിൾ അങ്കിളും ഹീറോയുടെ ഗേൾ ഫ്രണ്ടും ചേർന്നാണ് രക്ഷിച്ചു കൊണ്ടുപോകുന്നത്.
ഹീറോയുടെ വീട്ടിൽ വെച്ച് ചേച്ചി ചികിത്സ നൽകുന്നുണ്ട്. അപ്പോൾ അങ്കിള് പറയുന്നുണ്ട്, ഇത്രയും ഭയങ്കരമായി നമ്മളെ ആക്രമിച്ച് ഓടുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ 2 കൊലപാതകത്തിനും കാരണം ആ പയ്യനായിരിക്കും. അവനെ വെറുതെ വിടരുത്. പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. പാടത്തെ ഒരു മരത്തിൽ ഒരു മൃതദേഹം തൂങ്ങി നിൽക്കുന്നുവെന്ന്. പോലീസ് അവിടെ പോയി നോക്കുമ്പോൾ വീണ്ടും ട്വിസ്റ്റ്. ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അബിയുടെ ഫ്രണ്ടാണ് കൊല്ലപ്പെട്ട് തൂങ്ങിക്കിടക്കുന്നത്. അവനെയും പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും ഭയന്നു പോവാണ്. ഇപ്പോൾ ഹീറോയുടെ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇതിന് പിന്നിലുള്ള കില്ലർ വളരെ സ്മാർട്ടാണ്. ഇതുവരെ നടന്ന കൊലപാതകങ്ങളിൽ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. നമ്മൾ ആരെ സംശയിക്കുന്നോ അവരെയാണ് ഇവൻ കൊന്നുകൊണ്ടിരിക്കുന്നത്. അങ്കിള് പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഹീറോ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആദ്യം കീർത്തി കൊല്ലപ്പെട്ടു, രണ്ടാമത് അഭി, പിന്നെ അഭിയുടെ ഫ്രണ്ട്. ഇവരെല്ലാവരും ഒരേ കോളേജിലെ ഒരേ ക്ലാസ്സിലുള്ളവരാണ്. ഈ ക്ലാസ്സിലെ കുട്ടികളെയാണ് കില്ലർ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ അടുത്ത ടാർഗറ്റ് കീർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാം. ആദ്യം ആ കുട്ടിക്ക് സുരക്ഷ നൽകണം. രാത്രി ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അത് ഗേൾ ഫ്രണ്ടാണ്. ഇതുവരെ നടന്ന കൊലപാതകങ്ങളിൽ ഒരു ഫേസ് മാസ്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതേ മാസ്ക് വെച്ച് ഒരുത്തൻ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്. ഒരു പക്ഷേ അവൻ കില്ലർ ആകാം. അടുത്ത ടാർഗറ്റിനെ തേടി പോവുകയാവാം എന്ന് പറയാണ്. നീ അവനെ വിടാതെ ഫോളോ ചെയ്യ്, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഹീറോ വരികയാണ്. കൃത്യമായി ആ മാസ്ക് വെച്ച ആൾ ഓടാൻ ശ്രമിക്കുമ്പോൾ ഹീറോയുടെ അടുത്ത് പെട്ടുപോവാണ്. എങ്കിലും ഹീറോയെ തള്ളിയിട്ടിട്ട് അവൻ ഓടുകയാണ്. ഹീറോയും ഗേൾഫ്രണ്ടും പുറകെ ഓടി ഒരു ചോളക്കാട്ടിലേക്ക് പോവാണ്. ചോളക്കാട്ടിനുള്ളിൽ മാസ്ക് വെച്ച കുറെ പേര് നിൽക്കുകയാണ്. അവർ ഹീറോയെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. എങ്കിലും ഹീറോ തിരിച്ചടിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് വെട്ടേൽക്കുന്നുണ്ടെങ്കിലും തിരിച്ചടിച്ച് അവരെ ഓടിക്കുകയാണ്. അങ്കിള് പറഞ്ഞതുപോലെ ഇതിനു പിന്നിൽ ഒരാളല്ല, ഒരു കൂട്ടം തന്നെയുണ്ട്. ആ ഗ്രൂപ്പ് ഓടിപ്പോയ ശേഷം ഇവർ ആദ്യം ഓടിച്ചിട്ട് വന്ന മാസ്ക് വെച്ച ആളുണ്ടല്ലോ, അവൻ അവിടെ തന്നെയുണ്ട്. അവനെ തൂക്കിക്കൊണ്ട് സ്റ്റേഷനിൽ വെച്ച് ഹീറോ കണക്കിന് പെരുമാറുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അടിക്കുമ്പോൾ മറ്റൊരു ഓഫീസർ പറയുന്നുണ്ട്, അവനെ അടിക്കല്ലേ, അവൻ ചത്തുപോകും, അവനൊരു പാവമാണെന്ന്. എങ്ങനെയാണ് സാർ ഇത് പറയുന്നത്? ക്രൈം സീനിൽ കണ്ട മാസ്ക് ഇവന്റെ കയ്യിൽ എവിടെ നിന്ന് വന്നു? അപ്പോൾ ഇവനല്ലേ കില്ലർ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ ബുദ്ധിയില്ലാത്ത ഒരു പാവമാണ്. സംസാരിക്കാൻ പോലും കഴിയില്ല. ഇവന്റെ കയ്യിൽ ആരെങ്കിലും കാശ് കൊടുത്തിട്ട് ഈ ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ ചെയ്യും. ആരോ കാശ് കൊടുത്ത് ഈ മാസ്ക് വെച്ച് നടക്കാൻ പറഞ്ഞതാണ് എന്ന് മനസ്സിലാവുന്നു. കില്ലർ പോലീസിനെ വഴിതിരിച്ചു വിടാൻ ചെയ്ത പണിയാണിത്. ഈ സമയം നാട്ടിലെ പുഴയിൽ ഒരു മൃതദേഹം ഉള്ളതായി വിവരം ലഭിക്കുന്നു. ക്രെയിൻ വെച്ച് അത് പുറത്തെടുക്കുമ്പോൾ വണ്ടിയോടുകൂടിയുള്ള മൃതദേഹം. അത് വേറെ ആരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ പാല് കൊടുത്ത് മടങ്ങുമ്പോൾ കാണാതായ ആ പെൺകുട്ടിയാണ്. ആ കുട്ടിയും ഇതേ പാറ്റേണിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. മൃതദേഹം എടുക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഒരു മാല പുഴയിലേക്ക് വീഴാണ്. അത് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു ടെസ്റ്റ്. ഈ പാൽക്കാരന്റെ മകളെയാണ് കില്ലർ ആദ്യം കൊന്നത്. കീർത്തിക്കും അഭിക്കും ഒക്കെ മുൻപേ ഇവളെ കൊന്നിരുന്നു. ബോഡി കിട്ടാൻ വൈകിയെന്ന് മാത്രം. ഈ പ്രശ്നം എവിടെ നിന്ന് തുടങ്ങിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോ വിഷമിക്കുകയാണ്. ഹീറോ പാൽക്കാരന്റെ വീട്ടിൽ പോകുന്നു. അവർ പോലീസിനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ സഹകരിച്ചാൽ കില്ലറെ പിടിക്കാം എന്ന് ഹീറോ പറയാണ്. അവർക്ക് കീർത്തിയെയോ അഭിയെയോ അറിയില്ല. പക്ഷെ ആ വീട്ടിൽ മകള് ഭരതനാട്യം കളിക്കുന്ന ഫോട്ടോകൾ കാണുന്നുണ്ട്. എന്റെ മകൾ വലിയ ഡാൻസർ ആകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അമ്മ പറഞ്ഞ് കരയാണ്. ആ ഡാൻസ് സ്കൂളിൽ പോയാൽ വല്ലതും അറിയാൻ പറ്റുമോ എന്ന് കരുതി ഹീറോ അവിടേക്ക് പോവാണ്. ഡാൻസ് ടീച്ചർ പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ഇവിടെ സ്വപ്ന എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അതാരാണോ എന്ന് ഹീറോ ആലോചിക്കുകയാണ്. ആ സമയം കീർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കാണാതായി എന്ന വിവരം കിട്ടാണ്. മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരിടത്ത് മൊബൈൽ മാത്രം ഉപേക്ഷിച്ച നിലയിൽ കാണുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ ഒരു ദാബയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരാൾ വെള്ളം താഴെ ഒഴിക്കുന്നത് കാണുകയാണ്. അത് കണ്ടപ്പോൾ ഹീറോയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്, പാൽക്കാരന്റെ മകളുടെ മൃതദേഹം എടുത്തപ്പോൾ ഒരു മാല വീണിരുന്നു. എന്നാൽ പാൽക്കാരൻ പറഞ്ഞത് മകളുടെ സ്വർണവും മാലയും ഒക്കെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ആ വീണ മാല ആരുടേതാണ്? ഉടനെ ഹീറോ പുഴയിൽ ചാടി ആ മാല തപ്പിയെടുക്കുകയാണ്. മാല തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരാളുടെ ഫോട്ടോ, കൂടെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ട്. ആ ആൾ വേറെ ആരുമല്ല, ഹീറോയുടെ കൂടെ നടക്കുന്ന കോൺസ്റ്റബിൾ അങ്കിളാണ്. കോൺസ്റ്റബിൾ അങ്കിളുടെ മാല എങ്ങനെയാ പെൺകുട്ടിയുടെ കയ്യിൽ വന്നു? ഹീറോ അങ്കിളുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയാണ് വമ്പൻ ട്വിസ്റ്റ്. അങ്കിളുടെ വീടിനുള്ളിലെ രഹസ്യമുറിയിൽ അവസാനമായി തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്തത് കോൺസ്റ്റബിൾ അങ്കിളാണ്. പോലീസിനെ, പ്രത്യേകിച്ച് ഹീറോയെ വഴിതിരിച്ചു വിടാനാണ് ആളെ വെച്ച് നാടകം കളിച്ചത്. ഹീറോ ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്കിൾ ആക്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് അതേ മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടി വരികയാണ്. അവൾ ഒരു ഭ്രാന്തിയെ പോലെ ഹീറോയെ ആക്രമിക്കുന്നു. അവളെ ഹീറോ അടിക്കാൻ തുടങ്ങുമ്പോൾ അങ്കിൾ കരയാണ്. അവളെ അടിക്കലടാ, അവൾ ചത്തുപോവെന്ന്. നീ ചെയ്തതൊക്കെ ശരിയാണോ? എന്റെ ചേച്ചിയുടെ മകൾ എന്ത് ചെയ്തു എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അങ്കിൾ കഥ പറയുന്നു. അങ്കിളുടെ മകൾ സ്വപ്ന ഇപ്പോൾ കാണാൻ ഒരു സൈക്കോയെ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ മുമ്പ് അവൾ വളരെ സ്നേഹമുള്ള കുട്ടിയായിരുന്നു. അവൾക്ക് ഫ്രണ്ട്സ് എന്നാൽ ജീവനാണ്. ആ സമയത്താണ് അഭി ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നത്. അഭി എങ്ങനെയുള്ളവനാണെന്ന് നമുക്കറിയാം. പക്ഷെ പാവം അവൾക്കറിയില്ല. അവൾ അവനെ വിശ്വസിച്ച് സ്നേഹിച്ചു. കല്യാണം കഴിക്കാം എന്നൊക്കെ പ്ലാൻ ഇട്ടിരുന്നു. സ്വപ്നയ്ക്ക് അച്ഛനെയും ഇഷ്ടമാണ്. അച്ഛൻ്റെയും അവളുടെയും ഫോട്ടോയുള്ള മാല അവൾ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. ഒരു ദിവസം സ്വപ്ന കണ്ണാടി നോക്കുമ്പോൾ മുഖത്തൊരു ചെറിയ പാട് കാണാണ്. അച്ഛൻ അത് മുഖക്കുരു ആണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. പക്ഷേ അത് വളർന്ന് മുഖം വികൃതമാവുന്ന രീതിയിൽ ഒരു രോഗമായി മാറുകയാണ്.
ഡോക്ടർമാർ മരുന്ന് നൽകിയെങ്കിലും അത് മാറിയില്ല. അവൾ കോളേജിൽ പോകുമ്പോൾ മുഖം മറച്ചു വെക്കും. ആരെങ്കിലും മുഖം കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കും. അപ്പോൾ എല്ലാവരും പേടിക്കും. ഇതുവരെ കൂടെ നടന്ന ഫ്രണ്ട്സ് അവളെ ഒഴിവാക്കാൻ തുടങ്ങി. ഡാൻസ് ക്ലാസ്സിൽ കീർത്തി ഇവളുടെ മുഖം കണ്ട് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ കാണിച്ചു. എല്ലാവരും അവളെ അവോയ്ഡ് ചെയ്തു. അബിയുടെ അടുത്ത് ചെന്നപ്പോൾ നിന്നെ പോലെ വികൃതമായ മുഖമുള്ളവളെ ഞാൻ കല്യാണം കഴിക്കോ എന്ന് ചോദിച്ച് അപമാനിച്ചു. അബിയുടെ ഫ്രണ്ടും കളിയാക്കി. ഇതിൽ മനം നൊന്ത് അവൾ വീട്ടിൽ തന്നെ ഇരിപ്പായി. ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ അവൾ ഭ്രാന്തിയായി മാറി. തന്നെ വേദനിപ്പിച്ചവരെ കൊല്ലണം എന്നവൾ വാശി പിടിച്ചു. അവരെ കൊല്ലാൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ മകൾക്ക് വേണ്ടി അച്ഛൻ സമ്മതിച്ചു. ആദ്യം പാൽക്കാരന്റെ മകളെ തട്ടിക്കൊണ്ടുവന്നു. സ്വപ്ന അവളെ ക്രൂരമായി കൊന്നുകഴിഞ്ഞ് അച്ഛാ വിശക്കുന്നു, ചോറുതാ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഓരോരുത്തരെയായി അച്ഛൻ പിടിച്ചു കൊടുക്കുകയാണ്. മകള് കൊല്ലുന്നു. ഇപ്പോൾ അവസാനത്തെ ആള് കീർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവളെ കൂടി കൊന്നാൽ എന്റെ മകള് സന്തോഷിക്കും, അവളെ വിട്ടുതാ എന്ന് അങ്കിള് പറയാണ്. ഹീറോ സമ്മതിക്കുന്നില്ല. ഹീറോ അങ്കിളിനെ അടിക്കാണ്. ഇപ്പൊ ബോധം വന്ന അങ്കിളിന്റെ മകൾ ഒരു കമ്പിപ്പാര എടുത്ത് ഹീറോയെ കുത്താൻ വരികയാണ്. ഹീറോ മാറിക്കളയാണ്. ആ കമ്പിപ്പാര നേരെ പോയി കൊള്ളുന്നത് സ്വന്തം അച്ഛന്റെ വയറ്റിലാണ്. അദ്ദേഹം മരിക്കാണ്. മകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒടുവിൽ മകളുടെ കൈകൊണ്ട് തന്നെ മരിക്കുന്നതിൽ കലാശിച്ചു. അവളെ അവിടെ നിന്ന് രക്ഷിച്ച് മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കുകയാണ്. എല്ലാം കഴിഞ്ഞെന്ന് കരുതിയാൽ അവിടെയാണ് വലിയ ട്വിസ്റ്റ്. ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കാൻ വന്ന നഴ്സിനെ അവൾ ക്രൂരമായി കൊന്നിട്ട് ആ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. അതായത് ഒരു കൊലപാതകം ചെയ്താൽ മാത്രമേ അവൾക്ക് വിശപ്പ് മാറൂ, ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് അവൾ മാറി. നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.